നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആ വീട്ടിലെ മഹാന്മാരും മഹതികളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഹരിതയെ തിരക്കി അവിടെ എല്ലാവരും. ഹരിത വിരുന്നിന് പോകൊക്കെ നിർത്തി. മരണത്തിനും 16 അടിയന്തരത്തിനും മാത്രമേ ഇനി അങ്ങോട്ട് പോവെന്ന് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക്? ഇപ്പൊ ഞങ്ങൾ ഇവളെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിക്കോളാം. നിങ്ങൾ പോയിട്ട് വാ. ആ അതെ, അതാണ് ശരി മോളെ. ഇപ്പോ രാഖി പിടിച്ചോണ്ട് പോയതിന്റെ ഭയമാ മോൾക്ക്. അതങ്ങ് മാറിക്കോളും. നിങ്ങൾ ഇറങ്ങിക്കോ. മോളിങ് വാ. വന്ദനാമ്മ പോയിട്ടേ വൈകിട്ടിങ് വരും. അപ്പോ മോൾക്ക് കൂടെ പോവാം. വന്ദനാമ്മ ഇപ്പൊ ജോലിക്ക് പോവാ. സുചിത്ര ആന്റി കള്ളം പറയാ. ശരിയാണോ വന്ദനമ്മ? വന്ദനമ്മ ജോലിക്ക് പോവാണോ? പറ വന്ദനമ്മ, വന്ദനമ്മ ജോലിക്ക് പോവാണോ? വന്ദനമ്മ ജോലിക്ക് പോയിട്ട് വരാം. ആ മോള് പോയിട്ട് വാ. എടുക്ക മോളെ. വാ. വന്ദനാമ്മ പോയിട്ട് വരട്ടെ. ആ മോള് പോയിട്ട് വാ. ആ ചെല്ലു മോനെ. ആ അയ്യോ വർഷേ, സോറി, ഞാൻ കുറച്ച് തിരക്കിലായി പോയി. അതാ. നീ പോയി റെഡിയാവ്, നമുക്ക് ഇപ്പൊ തന്നെ പോവാം. ഇനി പോയിട്ട് കാര്യമൊന്നുമില്ല. വിരുന്നൊക്കെ കഴിഞ്ഞ് വന്ദനേച്ചും ജഗൻചേട്ടനും തിരിച്ചുപോയി. വർഷേ സോറി. നേരത്തെ വരെ ഞാൻ ഒത്തിരി ട്രൈ ചെയ്താ, പറ്റിയില്ല. അർജന്റ് മീറ്റിംഗുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്കിലും പോയില്ലായിരുന്നോ? സോറി സോറി സോറി. തിരക്കുകൾക്കിടയിൽ ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ചിലപ്പോ തോന്നും ഈ ബിസിനസ്സുകളൊക്കെ ഞാനങ്ങ് അവസാനിപ്പിച്ചാലോന്ന്. എന്റെ ജീവിതത്തിലെ എത്ര സ്വകാര്യ സന്തോഷങ്ങളാ എനിക്ക് ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ആ നഷ്ടങ്ങളുടെ വിലയൊന്നും ആർക്കും പറഞ്ഞാലും മനസ്സിലാവില്ല. ഇതൊക്കെ നിർത്തി ഇനി നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചാലൊന്ന് ആലോചിക്കുക.
എനിക്ക് ഈ ലോകത്തിൽ വെച്ച് എല്ലാത്തിനേക്കാളും എന്റെ വർഷയുടെ സന്തോഷ. ഞാൻ ചായ എടുക്കാം. വേഗം ചെല്ല്. ഏട്ടനെന്താ ഇങ്ങനെ? പലപ്പോഴും പല രീതിയിലാണല്ലോ പെരുമാറുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ദേമോൾക്ക് ഇപ്പോഴാ പേടി വിട്ട് മാറിയിട്ടില്ല. രാഗി വീണ്ടും ഉപദ്രവിക്കാൻ വരുമോ എന്ന് അവള് ഭയക്കുന്നുണ്ട്. എന്തിനും മടിക്കാത്തവളാ രാഗി. പോകുന്ന സമയത്തും അവള് ഭീഷണി മുഴക്കിട്ടാ പോയത്. എനിക്ക് തോന്നുന്നത് ഭീമോളെ നമ്മുടെ കൂടെ നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാ. എന്താ വന്ദനെ, നമുക്ക് ഭീമോളെ ഇവിടെ അങ്ങ് നിർത്തിയാലോ? വേണ്ട. ആരുടെ ആട്ടും തുപ്പും കേട്ട് വളരാനുള്ളതല്ല എന്റെ ദേമോള്. അവിടെ എനിക്ക് രാഗി കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. വന്ദനെ, അതെ, ഇവിടെ എനിക്ക് അകത്തുള്ളവരെയും പുറത്തുള്ളവരെയും എല്ലാം പേടിയാ. എന്റെ ദേമോളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ ചിലപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോകും. ദേമോള് അവിടെ തന്നെ നിൽക്കുന്നതാ സുരക്ഷിതം. രാജകുമാരിയായിട്ട് ജീവിക്കേണ്ടവളായിരുന്നു എന്റെ കുഞ്ഞ്. വിധി എന്നല്ലാതെ എന്ത് പറയാൻ? വന്ദനെ, ഭീമോൾ ഇപ്പോഴും രാജകുമാരി തന്നെയാ. സ്നേഹ കൊട്ടാരത്തിലെ രാജകുമാരി. അച്ഛമ്മയും അച്ഛനും മുത്തശ്ശിയും അങ്കിളുമാരും ഒക്കെ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അമ്മ നഷ്ടപ്പെട്ട അവൾക്ക് ഒരു അമ്മയുടെ സ്നേഹം ഇപ്പോഴും കിട്ടുന്നില്ലല്ലോ. ഓ, വിരുന്നൂട്ടലും സൽക്കാരവും ഒക്കെ കഴിഞ്ഞ നവദമ്പതിമാരിങ്ങ് എത്തിയോ? ആ വീട്ടിലെ മഹാന്മാരും മഹതികളും ഒക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഹരിതയെ തിരക്കി അവിടെ എല്ലാവരും. ഹരിത വിരുന്നിന് പോകൊക്കെ നിർത്തി. മരണത്തിനും 16 അടിയന്തരത്തിനും മാത്രമേ ഇനി അങ്ങോട്ട് പോവെന്ന് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങക്ക്? ഓ, അവിടെ കാലിന് പോലും വേണ്ടാത്ത ആളുകളാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷയും വയ്ക്കണ്ട. ഹരിതേ, ആവശ്യമില്ലാത്തൊന്നും പറയരുത്. ആവശ്യമില്ലാത്തതൊക്കെ ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല അല്ലേ? മനോജ് നിന്നെ തിരക്കി. മനോജിന് എന്താ വിശേഷം? അവൻ അവിടെ പുതിയ വിശേഷങ്ങൾ വല്ലതും ഉണ്ടാക്കിയോ? അല്ല, മാലമോഷണോ പ്രമാണ തിരുമറിയോ മറ്റോ? അത്രയ്ക്ക് നല്ല കുടുംബമാണല്ലോ, അതുകൊണ്ട് അവിടെ എന്തും പ്രതീക്ഷിക്കാം. ഹരിതേ, മതി മറ്റുള്ളവരെ ആക്ഷേപിച്ചത്. നീയും മനോജുമായിട്ട് ഇങ്ങനെ പോയാൽ മതിയോ? മനോജിനോട് സംസാരിച്ചപ്പോ അവന് നല്ല വിഷമമുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.